ഭാരതീയ ദർശനങ്ങളിൽ അതിശ്രേഷ്ഠതയോടെ നിൽക്കുന്ന ഒന്നാണ് യോഗദർശനം. പതഞ്ജലി മഹർഷിയുടെ യോഗ സൂത്രങ്ങളാണ് യോഗദർശനത്തിന് ആധികാരികമായിട്ട് നിലനിൽക്കുന്നത് തന്നെ. ഈ യോഗ സൂത്രങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ക്രൈസ്റ്റ് ഓപ്പൺ കോഴ്സ് വെയറിലെ യോഗ സൂത്ര സരണി എന്ന പേരിലുള്ള കോഴ്സ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. യോഗസൂത്ര സരണിയിലൂടെ യോഗസൂത്രങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാനും ലളിതമായ അർത്ഥം ജിജ്ഞാസുക്കൾക്കിടയിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതുമാണ് യോഗസൂത്ര സരണി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി ക്രൈസ്റ്റ് ഓപ്പൺ കോഴ്സ് വെയറിലൂടെ യോഗസൂത്ര സരണി എന്ന പേരിൽ സമാധിപാദം മുതൽ 4 പാദങ്ങളുടെയും ഓരോ സൂത്രങ്ങളെയും എടുത്തുകൊണ്ട് അതിന് ലളിതമായ അർത്ഥം കൽപ്പിച്ചുകൊണ്ട് അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ ഇടയിലേക്ക് ഈ സൂത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് യോഗ ആചാര്യനായ പതഞ്ജലി മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് തന്നെ യോഗസൂത്ര സരണിയിലേക്ക് പ്രവേശിക്കാം. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ വൈദ്യകേന ശരീരസ്യ മലം യഹ അപാകരോത് തം മുനീനാം പ്രവരം പതഞ്ജലിം പ്രാഞ്ജലിഹി ആനതോസ്മി. യോഗേന ചിത്തസ്യ യോഗ കൊണ്ട് മനസ്സിനെയും പദേന വാചാം വാക്കുകൾ കൊണ്ട് നല്ല വാക്കുകൾ ശരിയായ വാക്പ്രയോഗം കൊണ്ട് ഭാഷയെയും വൈദ്യകേന ആയുശാസ്ത്രം കൊണ്ട് ശരീരത്തെയും അവിടെയുള്ള ദോഷങ്ങളെല്ലാം ദൂരീകരിച്ച യോഗേന യോഗ കൊണ്ട് മനസ്സിൻ്റെയും പദേന വാക്കുകൾ കൊണ്ട് നല്ല നല്ല വാക്കുകൾ കൊണ്ട് പദങ്ങൾ കൊണ്ട് വാക്കുകളുടെയും ഭാഷയുടെയും ആയുശാസ്ത്രം കൊണ്ട് ശരീരത്തിൻ്റെയും മലം അഴുക്കുകൾ യഹ അപാകരോത് ആരാണ് ദൂരീകരിച്ചത് യഹ അപാകരോത് തം മുനീനാം പ്രവരം ഏറ്റവും ആ മഹർഷിമാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന പതഞ്ജലി മഹർഷിയെ പ്രാഞ്ജലിഹി ആനതോസ്മി കൈകൂപ്പിക്കൊണ്ട് തന്നെ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിനർത്ഥം. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി.